ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ വീണ്ടും മറ്റൊരു പുതിയ വ്ളോഗുമായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രാക്ടീസ് സെഷൻ വിത്ത് മീ ആണ് ഗായ്സ്. ആ വ്ളോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ രഞ്ജി സി ഞാൻ കളിക്കുന്ന ഞാൻ കളിക്കുന്ന ക്ലബിൻ്റെ ക്യാപ്റ്റനോട് ഒരു പ്രാക്ടീസ് സെഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം എവിടെയെന്ന് വെച്ചാൽ സ്പോർട്സ് വില്ലേജിലാണ്. ഞാനും എൻ്റെ കൂടെ അജ്മലും ഞാനും അവനും കൂടെയാണ് നമ്മൾ ആ സെഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം പ്രാക്ടീസ് സെഷൻ വിത്ത് മീ എന്ന് പറയുന്ന ഒരു വ്ളോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഒരു ഗൈസ്, അപ്പോൾ നമുക്ക് അങ്ങ് സ്പോർട്സ് വില്ലേജിൽ എത്തിയിട്ട് ബാക്കി വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിക്കാം ഗൈസ്. സുഹൃത്തുക്കളെ, ഇതാ നോക്കൂ, നമ്മുടെ അജ്മൽ നമ്മുടെ ചേട്ടൻ്റെ കടയിൽ അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ അജ്മൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ പട്ടം സിഗ്നലിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഇതാണ് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിതായത് പട്ടം വഴി ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇവിടെ ഇടപെട്ട സ്പോർട്സ് വില്ലേജിലല്ലേ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി ഞാൻ കാണിക്കാം ഗൈസ്. അപ്പോൾ പോകുന്ന വിഷ്വൽസ് എന്തായാലും നമ്മൾ അജ്മൽ എന്തായാലും എടുക്കും ഗൈസ്. നേരെയല്ലേ നമുക്ക് പോകണ്ട ഗൈസ്. ഇതാണ് അപ്പോൾ നമ്മുടെ കേശവ റൗണ്ട് അബൌട്ട്. ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മൾ ട്രാഫിക്കും നഗരത്തിനിടയിലൂടെ നമ്മളിതാ പതുക്കെ ഗ്രാമപഞ്ചായത്ത് ലൊക്കേഷനിലോട്ട് പതുക്കെ മെല്ലെ എത്തിയിരിക്കുകയാണ് ഗൈസ്. നോക്കൂ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുവഴി ഇങ്ങനത്തെ ലൊക്കേഷനിൽ കൂടെ വണ്ടിയൊക്കെ ഓട്ടിക്കാനും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇതുവഴി കൂടി ഇങ്ങനത്തെ വഴിയിൽ കുറച്ച് സിറ്റിയിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് പക്ഷേ സമാധാനമായിട്ട് ഉള്ള ഒരു പീസ്ഫുൾ ഡ്രൈവ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് വിചാരിക്കുന്നു. എനിക്കിഷ്ടമാണ്. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കമൻസിൽ രേഖപ്പെടുത്തുക. നമുക്കെന്തായാലും മെല്ലെ ആസ്വദിച്ച് ഇതുവഴി പോവാം. അപ്പം ഏകദേശം നമ്മൾ സ്പോർട്സ് വില്ലേജ് എത്താറായിട്ടുണ്ട്. ഇതാണ് സ്പോർട്സ് വില്ലേജിലേക്ക് പോകേണ്ട വഴി. അപ്പം ഇതുവഴിയൊക്കെയാണ് പോവേണ്ടത്. അത്യാവശ്യം റോഡൊക്കെ ഇച്ചിരി മോശമാണ്, എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും അവിടെ എത്താം. അപ്പം ഇതാണ് നോക്കുക, കുറേ റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതുവഴി കൂടെ പോകാം. എന്തായാലും നല്ല രസമുണ്ട്. നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ സ്പോർട്സ് വില്ലേജ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എനിക്കെന്തായാലും കൊള്ളാം ഗൈസ്. അപ്പോൾ നമ്മൾ സ്പോർട്സ് വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതാണ് ലൊക്കേഷൻ. അത്യാവശ്യം നല്ല സ്പേസീസ് ആയിട്ടത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഞാൻ എന്താ ഇവിടെ ട്രൈപ്പോഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അജ്മൽ അവിടെ എത്തിയിട്ടുണ്ട്. വേറെ നമ്മളെ 2 പയ്യന്മാരവിടെ നിൽപ്പുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ് ലൊക്കേഷൻ? അടിപൊളിയല്ലേ ഗൈസ്? അപ്പം ഇതാണ് നമ്മുടെ ഗഗൻ. അക്ഷേട്ടൻ വരൂ. ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ സ്പോർട്സ് വില്ലേജ് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്പോർട്സ് വില്ലേജ്. ഇതാണ് ഇവിടുത്തെ ടർഫ് വിക്കറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. യൂസ് ചെയ്യാൻ പറ്റുമോ അറിഞ്ഞൂടാ, അത് ഇനി ക്യാപ്റ്റൻ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇതാണ് വിക്കറ്റ്. 3 വിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ വന്ന് സിമ്മൺ വിക്കറ്റ് ഉണ്ട്, പിന്നെ 2 ആസ്ട്രോ ഉണ്ട്. ബാക്കി നമ്മളെ പയ്യന്മാരൊക്കെ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ നമ്മൾ ട്രൈപ്പോഡൊക്കെ സെറ്റ് ചെയ്ത് പ്രാക്ടീസ് തുടങ്ങുമ്പം ഞാൻ വരാം ഗൈസ്. സുഹൃത്തുക്കളെ നോക്കൂ, നമ്മുടെ ക്യാപ്റ്റൻ അക്ഷയേട്ടൻ എന്താ ഇവിടെ എത്തിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ അക്ഷയേട്ടനും ആദ്യം കൂടെ പിച്ചൊക്കെ നോക്കി റോളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും വിക്കറ്റ് എങ്ങനെയാണ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അടുത്തതെന്ന് വെച്ചാൽ വിക്കറ്റ് പ്രിപ്പയർ ചെയ്യണം. കുറച്ച് റോളിങ്ങും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടെ അത് സെറ്റ് ചെയ്യട്ടെ. വിക്കറ്റ് സെറ്റ് ചെയ്തിട്ട് ഞാൻ സെഷൻ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിക്കാം ഗൈസ്. അപ്പം നമ്മുടെ അക്ഷയേട്ടൻ എന്താ ഇവിടെ റോളർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പം അതെടുത്തിട്ട് ഇതാണ് ഗൈസ് നമ്മൾ വിക്കറ്റിൽ റോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റോളർ. ഇത് അത്യാവശ്യം ഹെവി റോളറാണ് ഇതിനെ പറയുന്നത്. അപ്പം ഇതുകൊണ്ടായിരിക്കും നമ്മളെ വിക്കറ്റ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. നമ്മൾ പയ്യന്മാരൊക്കെ നെറ്റ്സൊക്കെ കുറച്ച് അങ്ങോട്ട് മാറ്റിയിടുകയാണ്. കാരണം വിക്കറ്റ് സെപ്പറേറ്റ് ആക്കണമല്ലോ നമുക്ക് ചെയ്യേണ്ട വിക്കറ്റ്. അപ്പം നമ്മൾ റോളർ പയ്യന്മാരെല്ലാം കൂടെ ഉരുട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പയ്യെ വിക്കറ്റ് എല്ലാം കൂടെ നമുക്ക് റോൾ ചെയ്യാം. ഞാനും പയ്യെ ചുമ്മാ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് വെറുതെ. അപ്പോൾ നമുക്ക് പയ്യെ വിക്കറ്റൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ കാണിക്കാം. റെഡി ആക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിക്കാം. വരൂ ഗൈസ്.
നമുക്ക് സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വിക്കറ്റ്. നമ്മൾ ട്രഫ് വിക്കറ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ കുറച്ച് നേരം നമ്മൾ റോൾ ചെയ്യണം. നമ്മളെ കൂടെ നമ്മൾ ആദിശുണ്ട്, അക്ഷയുണ്ട്, ഗഗനുണ്ട്, അജ്മലുണ്ട്. നമ്മൾ 4 പേരും കൂടെയാണ് ഇത് റോൾ ചെയ്ത് വിക്കറ്റ് പ്രിപ്പയർ ഇത് റെഡിയായ നമ്മുടെ സെഷന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കുറച്ച് നേരം ഈ പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ വിക്കറ്റ് കുറച്ചും കൂടെ സെറ്റ് ആവത്തുള്ളൂ. കാരണം ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ എല്ലാവരും കൂടെ പയ്യെ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇത് നമ്മൾ ചെയ്യേണ്ട സ്ഥലത്ത് ഫുള്ളും അങ്ങോട്ടും ഇങ്ങോട്ട് റോൾ ചെയ്ത് റെഡിയാക്കണം. അപ്പോഴത്തേക്കും ഇത് ഏകദേശം സെറ്റാകും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അത്യാവശ്യം റെഡിയാവുന്നു. റോൾ ചെയ്ത ഭാഗം കണ്ട കുറച്ച് താഴോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ അജ്മൽ ഇതാ ഇവിടെ ബോൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിക്കറ്റ് എങ്ങനെ ഉണ്ടെന്ന്. അടുത്ത് നമ്മൾ ഗഗൻ ഇതാ ബോൾ ചെയ്യുന്നുണ്ട്. വിക്കറ്റ് കുഴപ്പമില്ല. ആസ് യൂഷ്വൽ വിക്കറ്റ് കുറച്ച് സ്ലോ ആണ്. നമ്മൾ നെക്സ്റ്റ് സെഷൻ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. വരൂ ഗൈസ്, നമുക്കിനി നമ്മളെ പ്രാക്ടീസ് സെഷനിലോട്ട് കിടക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അക്ഷയായിട്ട് നമ്മളെ ഗാർഡൊക്കെ എടുക്കുന്നതാണ്. അമ്പയർ പോലെ നിന്ന് നമ്മളെ പയ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, ലെഗ് സ്റ്റംപ് ഗാർഡൊക്കെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അക്ഷയായിട്ട് എന്താ മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ബാറ്റ് ചെയ്യുന്നതിന് മുമ്പേ റെഡി ആവുന്നത്. നമ്മുടെ സെഷൻ തുടങ്ങിയിരിക്കുകയാണ്. ഗഗൻ എന്താ ഫസ്റ്റ് ബോൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ വരൂ ഗൈസ്, നമുക്കിനി പ്രാക്ടീസ് സെഷൻ കാണാം. നിങ്ങൾ ആ വിഷ്വൽസ് ഒക്കെ കണ്ടോ. ചോദിക്കാം ഈ വീക്കെൻഡിൽ പ്രാക്ടീസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന്. ആയിഷ ഇവിടെ ബാറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടോ? ബാറ്റിംഗ് അടിപൊളി വിക്കറ്റാണ്. നമ്മളെ വിക്കറ്റ് സ്പോർട്സ് ലൈൻ്റെ നമ്മളതിനെ പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ട് എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്യുക. അപ്പോൾ ഗൈസ് എന്തായാലും വിക്കറ്റൊക്കെ അടിപൊളിയാണ്. ഇനി അടുത്ത അക്ഷയനാണ് അപ്പുറത്ത് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അക്ഷയൻ്റെ ചോദിക്കാം വിക്കറ്റൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മളെ പ്രാക്ടീസ് സെഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ബാറ്റാ പോകണോ? പോയിട്ട് അക്ഷയേട്ടാ പോണേട്ടാ. പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞതാണ് നമ്മൾ NGCCയിലെ ക്യാപ്റ്റൻ. അപ്പം നമ്മൾ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? സെഷൻ അടിപൊളിയായിരുന്നു. ഗോകുൽ നല്ലപോലെ എറിയുന്നുണ്ട്. നല്ല സെഷൻ ആയിരുന്നു. വിക്കറ്റ് കുറച്ച് സ്ലോ ആണ്, പക്ഷേ ഗോകുൽ എഫേർട്ട് ഇട്ട് കൊടുക്കുന്ന ബോളിൽ നല്ല വരുന്നുണ്ട്. നല്ലപോലെ എറിയുന്നുണ്ട് അത്യാവശ്യം. നമ്മുടെ ടീമിന്റെ മെയിൻ ബോളറാണ്, ഇപ്പോൾ വ്ളോഗറുമാണ്. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞ് ഇനി ഈ ചെറിയൊരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യണം ഗൈസ്. അല്ല കേട്ടോ? ഓക്കെടാ. അപ്പോൾ ഗൈസ് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയിലേക്ക് കാണാം ഗൈസ്. ബൈ.